ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ ഒരു പറ്റം ഇൻവെസ്റ്റേഴ്സ് വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരു വർഷം മുമ്പേ പറ്റിച്ചു പോയിരുന്ന മൈ ടോക്കൺ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മൈ ടോക്കൺ എന്ന് പറയുമ്പോൾ മൈ ടോക്കൺ എന്ന പേരിലല്ല തിരിച്ചു വന്നിരിക്കുന്നത്. അതൊരു യുബിറ്റ് എക്സ്ചേഞ്ച് എന്ന പേരിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എന്താണോ മൈ ടോക്കൺ ചെയ്തിരിക്കുന്നത് അതുപോലെ അത് തന്നെയാണ് യുബിറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരുപാട് പേര് ചില വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന. നമുക്കറിയാം, മൈ ടോക്കൻ്റെ മുഖ്യ പ്രൊമോട്ടറായിരുന്നു അനസ്, നമ്മുടെ ന്യൂ ഫോക്കസ് ടിവിയുടെ അനസ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ ഒരു തട്ടിപ്പുമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഡയറക്റ്റ്ലി ഒന്നും പറയില്ല. ഇങ്ങനെ പണ്ട് പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് പേരുദോഷം കിട്ടിയത് കൊണ്ട് അദ്ദേഹം ഡയറക്റ്റ് പറയില്ല, എന്താണ് എന്ന് പോലും ഇദ്ദേഹം പറയില്ല. അപ്പോൾ ഇതിന് കൂട്ടായിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഇത്തരം സ്കാമുകൾ ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച എല്ലാത്തരം സ്കാമുകളുടെയും പിന്നിലുള്ള ഒരു മലയാളി സാന്നിധ്യം സാബു സുധാകർ എന്ന് പറയുന്ന വ്യക്തിയും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സൂം മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സൂം മീറ്റിംഗ് കണ്ട ആൾക്കാർക്ക് വളരെ സന്തോഷത്തിലാണ്. അവരുടെ മൈ ടോക്കൺ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിൽ. അപ്പോൾ മറ്റ് ഇതേപോലെയുള്ള ആപ്പുകളിൽ പണം നഷ്ടപ്പെട്ട് പോയിരിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി പണം നഷ്ടപ്പെടാനുള്ള ഒരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പണം നിക്ഷേപിക്കണമെന്നോ ഒന്നും തന്നെ ഇവർ അങ്ങനെ പറയില്ല. അവരിങ്ങനെ കാണിച്ച് മോഹിപ്പിക്കും. ഇതാ ഡെയിലി ഇത്ര കിട്ടുന്നു, 15 ദിവസം കൂടുമ്പോൾ എനിക്ക് ഇത്രയാണ്, ഞാൻ ആകെ ഇട്ടിരിക്കുന്നത് 4000 എനിക്ക് ഡെയിലി $160 വീതം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയാൻ. അപ്പോൾ ഇത് പണം നിക്ഷേപിക്കുക, നിങ്ങൾ ആൾക്കാരെ ചേർക്കുക, എന്നിട്ട് ഡയറക്റ്റ് ആണെങ്കിൽ അവരുടെ നിക്ഷേപത്തിൻ്റെ 10% നിങ്ങൾക്കുള്ളതാണ്, അല്ല 15% നിങ്ങൾക്കുള്ളതാണ്. ഇൻഡയറക്റ്റ് ആണെങ്കിൽ അതിന് ഇടയ്ക്ക് ഒരാളുണ്ടെങ്കിൽ, ഒരാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പുതിയൊരാൾ ജോയിൻ ചെയ്തെങ്കിൽ അതിൻ്റെ 10% നിങ്ങൾക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു പിരമിഡ് സ്കീമായിട്ട്, പോൺസി സ്കീമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു സാധനമാണ് ഈ യുബിറ്റ് എക്സ്ചേഞ്ച്. പിന്നെ ലോകത്തില്ലാത്ത എല്ലാം തന്നെ ഈ യുബിറ്റ് എക്സ്ചേഞ്ചിലുണ്ടാവും. ഇനി ഭാവിയിലെ ബിറ്റ് കോയിൻ ഇതാണെന്ന് പറയും. ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇത് നമ്പർ 1 ആണ് എന്ന് വരെ ഇവർ പറയാൻ നിൽക്കും. അപ്പോൾ ഇവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ വെബ്സൈറ്റ് ആഫ്രിക്കക്കാരാണ് കൂടുതലായിട്ട് ആ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് എടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കക്കാരാണ് ആ വെബ്സൈറ്റ് കൂടുതലായിട്ട് ആക്സസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമാണ് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട്, ഒരു മാസമാണ് ആയിട്ടുള്ളൂ. അത് വെറും ഒരു വർഷത്തേക്ക് മാത്രമാണ് ഈ വെബ്സൈറ്റിൻ്റെ രജിസ്ട്രേഷൻ പോലും ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ റൺ ചെയ്ത് ഇതുപോലെ ഒരുപാട് പൈസ തട്ടിച്ച് മുങ്ങി പുതിയൊരു പേരിൽ അവതരിക്കാനുള്ള ഒരു സാധനം അത്ര മാത്രമേ ഈ യുബിറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 100 അല്ല 1000% ഇത് സ്കാമാണ്. എന്തുകൊണ്ടെന്നാൽ സ്കാം ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതുണ്ട്. ഇവർക്കൊരു ടോക്കൺ ഉണ്ട്, പേരിനൊരു ടോക്കൺ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മൾ 50% മാത്രമേ ആ ടോക്കൻ്റെ പേരിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി 50% മറ്റ് രീതികളിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആർക്ക് അല്ലെങ്കിൽ എങ്ങനെ ഒന്നും ഇവർ തുറന്നു പറയില്ല. ഇവരുടെ അനസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. പക്ഷേങ്കിൽ അതിൽ ഫുള്ള് കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പ് കാളിലൂടെ മാത്രമാണ്. ആരും തന്നെ വോയിസ് ഇടുകയോ എഴുതുകയോ ചെയ്യുകയില്ല എന്നതാണ് വളരെ എടുത്തു പറയേണ്ടത്. അതൊക്കെ ഇവർക്ക് തിരിച്ചടിക്കും. അതുകൊണ്ട് തന്നെ ഇവരാരും തന്നെ ഇല്ല, അവർ തുടരെ വീഡിയോ കോൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് കോൾ വിളിക്കും. അപ്പോൾ അതിൽ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. ഇതിനൊന്നും രേഖ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതൊന്നും ആരും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ നിൽക്കില്ല. പക്ഷേങ്കിൽ മറ്റേതാകുമ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ഫോർവേഡ് ചെയ്യും, സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് പണം നഷ്ടപ്പെട്ടിട്ടാകുമ്പോൾ അവർക്കെതിരെ നമ്മൾ ചോദിക്കും. പക്ഷേങ്കിൽ അത് നമ്മുടെ ന്യൂ ഫോക്കസ് ടിവിയുടെ അനസ് ആയിക്കോട്ടെ, സാബു ആയിക്കോട്ടെ, ആരും തന്നെ ഇതുപോലെയുള്ള മെസ്സേജുകളോ വോയിസുകളോ അതിലിടില്ല. എല്ലാം ഗ്രൂപ്പ് കോളുകൾ മാത്രമായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആർക്കും വേണമെങ്കിലും ഇത് പരീക്ഷിക്കാവുന്നതാണ്. പണം നഷ്ടപ്പെടുമോ എന്ന് പരീക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ 15 ദിവസം കൂടുമ്പോഴാണ് ഇതിൻ്റെ പേ ഔട്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചേരുന്നവരുടെ തന്നെ പൈസ എടുത്തിട്ട് കുറച്ച് കാലം ഇവർക്ക് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവർ കണക്കില്ലാത്ത പണം അവരിൽ നിക്ഷേപിക്കും. അപ്പോൾ ഇവരുടെ ഒരു ടാർഗറ്റ് ആയി കഴിഞ്ഞിട്ടാകുമ്പം വെബ്സൈറ്റ് ഡിം, ആപ്പ് ഡിം, പിന്നെ നിലവിളികളായി. അതാണ് ഉബിറ്റ് എക്സ്ചേഞ്ചിലും ഉണ്ടാകാൻ പോകുന്നത്. ബൈ.